മാസം തികയാത്ത കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 37 ആഴ്ചയുടെ താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് മാസം തികയാത്ത കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ താഴോട്ട് ആഴ്ച കുറഞ്ഞ് ജനിക്കുന്നുവോ അത്രത്തോളം പ്രോബ്ലംസ് വളരെയധികം കൂടും ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക്. പ്രത്യേകിച്ചും ഇവരെ മെച്യൂരിറ്റി, ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്ന മെച്യൂരിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ 28 ആഴ്ചയുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ച ആയിരിക്കത്തില്ല ഒരു 36 ആഴ്ചയുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ച. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ചും ഇവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന പ്രോബ്ലം ശ്വാസതടസ്സം ഇഷ്യൂ ആണ് ആദ്യം വരാറ്. പ്രത്യേകിച്ചും നമ്മൾ അതിന് RDS എന്ന് പറയും. ഈ കുഞ്ഞുങ്ങളുടെ ലങ്സ് പൂർണ്ണമായും ശരിക്കും വികസിച്ചിട്ടുണ്ടാവത്തില്ല. ആ സമയത്ത് കൂടുതലായിട്ട് ശ്വാസം മുട്ടുകൾ കാണും. പിന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ഇങ്ങനത്തെ കുട്ടികൾ, പ്രീ ടൈം കുട്ടികൾക്കുള്ള വേറൊരു ആരോഗ്യ പ്രശ്നം. പിന്നെ ഷുഗർ പെട്ടെന്ന് കുറയാം, കാൽസ്യത്തിൻ്റെ കുറവ് കാണാം, ഇൻഫെക്ഷൻ വരാം. ഇങ്ങനത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹൈജീനിക്കായിട്ട് NICUവിൽ കെയർ ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് വരാനുള്ള വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ തലയിൽ ചിലപ്പം ബ്ലീഡിങ്, IVH എന്ന് പറയും, ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജ് എന്ന് പറയും. അതുപോലെ തന്നെ കണ്ണിന് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഈ കാൽസ്യം കുറഞ്ഞിട്ട് എല്ലിന് പ്രോബ്ലംസ്, ഇതെല്ലാം ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസാണ്. അപ്പം ബേസിക്കലി നമ്മൾ ആദ്യം ഈ ഒരു ശ്വാസതടസ്സം സംബന്ധമായ പ്രോബ്ലംസാണ് കൂടുതലും കാണാറ്. പിന്നെ ഇതിൽ പുറമെ നമുക്ക് ഫീഡിങ് പ്രോബ്ലംസ് ചില കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ദഹിക്കാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു പ്രീ ടേം ബേബീസ് അല്ലെങ്കിൽ നേരത്തെ മാസം തികയാത്ത ജനിച്ച കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. ഇങ്ങനെ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പരിചരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഇൻ യൂട്രോ എൻവയറമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള അതേ എൻവയറമെൻറ്റ് പുറത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് NICUവിൽ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇൻക്യുബേറ്ററിൽ നമ്മൾ വെക്കും, അതുപോലെ തന്നെ വാമറിൽ നമ്മൾ വെക്കും. അപ്പം ശ്വാസം തടസ്സം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി CPAP, അതുപോലെ വെൻറ്റിലേറ്റർ സപ്പോർട്ട്, ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ സമയനിബിദ്ധമായി അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചുള്ള ഒരു ചികിത്സ കൊടുത്തുകൊണ്ട് കുഞ്ഞിൻ്റെ ഭാവിയെ സംരക്ഷിക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ വരുന്ന പഠന വൈകല്യങ്ങൾ, അതുപോലെ ബ്രെയിൻ പ്രോബ്ലംസ്, ഇതെല്ലാം നമ്മൾ തടയുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നിയോനറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെല്ലാം ശ്രമിക്കുന്നത്. അപ്പം ഭാവിയിൽ വരുന്ന പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട്, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് എത്രത്തോളം തടയാൻ പറ്റും അത്രത്തോളം തടയുക എന്നുള്ളതാണ് ഈ പരിചരണത്തിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആ കുഞ്ഞിന് നമ്മൾ മഞ്ഞ അല്ലെങ്കിൽ നിയോനറ്റൽ ജോണ്ടിസ് സ്ക്രീൻ ചെയ്തിട്ടുണ്ടോ നോക്കണം. അതുപോലെ തൈറോയ്ഡ്, അതുപോലെ ചെവി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം, ഹിയറിംഗ് ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളത് നോക്കിയിരിക്കണം. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ ഒരു കുഞ്ഞിനെ തൊടുന്നതിന് മുന്നേ നന്നായി കൈ കഴുകിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് കുഞ്ഞിൻ്റെ താപനില, ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടി കവർ ചെയ്യുക, ബേബീനെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. പിന്നെ ചെറിയ പ്രീ ടേം കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ നമുക്ക് KMC അല്ലെങ്കിൽ കങ്കാരു മദർ കെയർ എല്ലാം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ അമ്മയുടെ നെഞ്ചിലേക്ക് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നത് നേരത്തെ തന്നെ നമ്മൾ നോക്കണം. എന്തെങ്കിലും പാല് കുടിക്കാൻ ഉള്ള മടി കാണിക്കുക, അല്ലെങ്കിൽ വേറെ അലസത കാണിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ കളർ ചേഞ്ച് ചെയ്യുക, ഇതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ ശ്വാസം എടുക്കുന്ന പാറ്റേൺ നോർമലായിട്ടാണോ ശ്വാസം എടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു ഫോളോ അപ്പ് എന്ന് വെച്ചാൽ നിയോനറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളോട് ഒരു ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ പോയിട്ട്, കാരണം ഓരോ കുട്ടികൾക്കും കണ്ണ്, ചെവി, തല ഒക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ ഇത് കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിസ്സാവും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ വീട്ടിൽ നമ്മൾ പാല് കൊടുക്കുന്നത് കറക്റ്റ് ടൈമിനും, ബർപ്പിങ് കറക്റ്റായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ പോയിട്ട് എടുക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിലെത്തിയാലും ഈ ഫോളോ അപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുഞ്ഞിൻ്റെ അറ്റ്മോസ്ഫിയറാണ്. എന്നുവെച്ചാൽ നമ്മൾ നല്ല തുണികൾ, കഴുകി വൃത്തിയാക്കിയ തുണികൾ ഉപയോഗിക്കുക. ശബ്ദം കുറഞ്ഞതും തിരക്ക് കുറഞ്ഞതുമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കുഞ്ഞിന് ഏറ്റവും നല്ലത്.
പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ താരാട്ട് പാടാം, അത് കുഴപ്പമില്ല. ഓവർ ശബ്ദങ്ങളുള്ള അറ്റ്മോസ്ഫിയർ ഒഴിവാക്കാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് തേക്കി ഛർദ്ദിക്കുന്നത് കാണാം. സാധാരണ രീതിയിൽ അതൊരു 2-3 പ്രാവശ്യം ഛർദ്ദിക്കുന്നതെല്ലാം നോർമലാണ്, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൂക്കിലൂടെ ഛർദ്ദിക്കുന്ന അല്ലെങ്കിൽ റീഗർജിറ്റേഷനായിട്ട് വരുന്നത് മാത്രമാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളത്. അത് നമ്മൾ വരുമ്പോൾ നന്നായിട്ട് തോളത്തിട്ട് ബർപ്പ് ചെയ്ത് അത് കുഞ്ഞ് വൊമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ കിടത്താൻ പാടുള്ളൂ. പിന്നെ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. അപ്പോൾ ഈ ഛർദിയുടെ കൂടെ വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഉടൻ തന്നെ ഡോക്ടറെ കാണണം. അതേസമയം നമ്മൾ ഛർദിക്കുന്നുണ്ട് 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 3-4 പ്രാവശ്യം തേക്കി ഛർദിക്കുന്നുണ്ട്, വെയിറ്റ് ഒന്നും കുറയുന്നില്ല, അപ്പോൾ അതിൽ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല, അത് നോർമലാണ്. അപ്പോൾ ഛർദിക്കുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ തോളത്തിടുകയും നന്നായിട്ട് തട്ടി പുറത്ത് തട്ടുകയും ചെയ്യണം. പിന്നെ എന്തെങ്കിലും ചോക്കിംഗ് ആയിട്ട് ഉള്ളിൽ പെട്ടാൽ മാത്രമാണ് കുഞ്ഞിനെ പുറത്ത് ത്രസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ ബർപ്പ് ചെയ്യുമ്പോൾ തന്നെ കുട്ടി ഓക്കെ ആയിട്ട് വരും. വീട്ടിൽ പോയതിന് ശേഷം മാതാപിതാക്കൾ ചെറിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും അപകട സൂചനകൾ മാതാപിതാക്കൾ മനസ്സിലാകണം. ഒന്ന്, ശ്വാസമെടുപ്പ് കൂടുക, ഒരു 60-ൽ കൂടുക, 1 മിനിറ്റിൽ 60-ൽ കൂടുന്ന ശ്വാസമെടുപ്പ്, അവസ്മാരം പോലെ വരിക, പിന്നെ വളരെയധികം ശരീരം മൊത്തം മഞ്ഞ പോലെ തോന്നുക, അതുപോലെ വൊമിറ്റ് ചെയ്യുക, വയറ് തടിപ്പ് കാണുക, അങ്ങനത്തെ ബ്ലഡിൽ മീൻസ് മലത്തിൽ ബ്ലഡ് കാണുക, ഇങ്ങനത്തെ പാല് കുടിക്കാതെ ഇരിക്കുക, ആക്റ്റീവ് അല്ലാതെ ഇരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ, അതുപോലെ ജ്വരം, പനി കാണുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. സാധാരണ നമ്മൾ ന്യൂറോളജിയിലൊക്കെ പറഞ്ഞ പോലെ ഗോൾഡൻ 1 അവർ, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂ ബോണിനെയും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അറ്റൻഡ് ചെയ്യേണ്ട ഒരു ടൈം ഗോൾഡൻ 1 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. വെച്ചാൽ ആദ്യത്തെ 60 സെക്കൻഡിലാണ് നമ്മൾ ആ ന്യൂ ബോണിന് അത്രയും കെയർ ആയിട്ട് വേഗത്തിലും പരിചരണവും നമ്മൾ കൊടുക്കേണ്ടത്. അതിന് പറയുന്ന പേരാണ് ഗോൾഡൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞത്. സാധാരണ ഇത് നിയോനാറ്റൽ റിസസിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ പുനരുജ്ജീവനം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റെപ്സാണ്. സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അവർക്ക് വാം അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുക, നന്നായിട്ട് ബേബിനെ ഡ്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നമ്മൾ എന്നിട്ടും കരഞ്ഞില്ലെങ്കിൽ ബാക്കിൽ ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക, എന്തെങ്കിലും ദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെക്രീഷൻ ചെയ്ത് ഒഴിവാക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ മിനിറ്റിൽ, ഇനീഷ്യൽ സ്റ്റെപ്സ് നിന്നാണ് ഇതിന് പറയാറ്. ആദ്യത്തെ മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ചിലപ്പോൾ കുട്ടികൾ കൂടുതൽ മോശമായി, കരയാത്ത കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും മോശമായി പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും നമ്മൾ നല്ലൊരു ഭാവി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റാണ് ഈ ഒരു മിനിറ്റിലുള്ള കെയർ കൊണ്ട് കിട്ടാൻ പോകുന്നത്. ഇത് ഭാവിയിലുള്ള പഠന വൈകല്യങ്ങൾ അതുപോലെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇനീഷ്യലി വരുന്ന ഈ മിനിറ്റിന് വളരെയധികം പ്രാധാന്യം നിയോനാറ്റോളജിയിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സാധാരണയായിട്ട് ന്യൂബോൺ ജോണ്ടിസ് എന്ന് പറഞ്ഞ മഞ്ഞയും നമ്മുടെ ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ സാധാരണ പറഞ്ഞ മഞ്ഞപ്പിത്തം തമ്മിൽ വ്യത്യാസമുണ്ട്. ജനിച്ച് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ വളരെയധികം ബിലിറുബിൻ എന്ന പദാർത്ഥം കൂടുകയാണെങ്കിൽ, ശരീരത്തിൽ കൂടുകയാണെങ്കിൽ അത് അപകടകരമായ മഞ്ഞപ്പിത്തത്തിൽ പെടുത്താം. അതേസമയം നോർമലായിട്ട് ഒരു 24 to 48 അവേഴ്സ് കഴിഞ്ഞിട്ട് ശരീരത്തിൽ നോർമലി മഞ്ഞ വരും കുഞ്ഞുങ്ങൾക്ക്. അതൊരു ഒരാഴ്ച കൂടുകയും പിന്നെ അത് കുറഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് സാധാരണ എല്ലാ കുട്ടികൾക്കും വരുന്ന മഞ്ഞ. പക്ഷേ അപകടകരമായ മഞ്ഞ എന്ന് പറയുമ്പോൾ അത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ വരിക, ചിലപ്പം അതിന് കൂടെ തന്നെ അവസ്മാരം പോലത്തെ ഇത് വരിക, അല്ലെങ്കിൽ പാല് കുടിക്കാൻ അലസത കാണിക്കുക, കൂടുതൽ ഉറക്കം കാണിക്കുക, ഈ ഫേസിലെല്ലാം മഞ്ഞ, ഫേസിൽ, കൈകളിൽ, കാലുകളിലെല്ലാം മഞ്ഞ നമ്മൾ കാണുക. ഇതൊക്കെ വളരെ കൂടുതൽ മഞ്ഞ മനസ്സിലാക്കുന്നതിന് നമ്മൾ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളരെയധികം മഞ്ഞ കൂടിക്കഴിഞ്ഞാൽ അത് തലച്ചോറിനെയാണ് ബാധിക്കുക. അത് ഈ ഭാവിയിൽ തന്നെ കർണിക്ട്രസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിലേക്ക് പോവുകയും ഭാവിയിൽ പഠന വൈകല്യങ്ങൾ, കേൾവിക്കുറവ്, അതുപോലത്തെ ബുദ്ധിശക്തി പ്രോബ്ലം ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ ചെറിയ മഞ്ഞ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫോട്ടോതെറാപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ്റ്, ഒരു സ്പെഷ്യലൈസ്ഡ് ലൈറ്റാണ് നീല കളറിലുള്ള, അത് നമ്മൾ അടിച്ച് കുറയ്ക്കും. പക്ഷേ ചില പ്രോബ്ലം വളരെ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലത്തെ മഞ്ഞ വളരെ പെട്ടെന്ന് ഒരു സാധാരണ ഓരോ ദിവസത്തിനും ഉള്ള അളവിനേക്കാൾ കൂടുതൽ
വരികയാണ്, ഈ ഫോട്ടോതെറാപ്പി കൊടുത്തിട്ടും കൺട്രോൾഡ് ആവുന്നില്ല, ആ സമയത്താണ് നമ്മൾ ബ്ലഡ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ബിലിറുബിൻ എന്ന പദാർത്ഥമാണ് മഞ്ഞയ്ക്ക് കാരണമാക്കുന്നത്. അത് കൂടുതൽ അടങ്ങിയിട്ടുള്ള ആ ബ്ലഡ് എടുത്ത് മാറ്റി നല്ല ബ്ലഡ് കുഞ്ഞിന് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പറഞ്ഞ ബ്ലഡ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ. അത് വളരെ റെയറാണ്. ഇന്നത്തെ കാലത്ത് നല്ല LED ഫോട്ടോതെറാപ്പി വരുന്നത് കൊണ്ട് കുറച്ച് റെയർ ഇതാണ്. പക്ഷേ എന്നാലും ചില കുട്ടികൾക്ക് അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മഞ്ഞ നോക്കേണ്ടത്. അപ്പോൾ നോർമലി എല്ലാവർക്കും മഞ്ഞയുണ്ട്, അത് ആൻറ്റി ഓക്സിഡൻറ്റ് നല്ലതാണ് കുറച്ചുള്ളത്. അത് ഒരു അളവിൽ കൂടുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് വെയിൽ കാണിച്ചാൽ കുറയാറില്ലേ എന്നൊക്കെ. അതൊരു ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. അത് പഠനങ്ങൾ പറയുന്നത് വെയിൽ കാണിക്കണ്ട എന്ന് തന്നെയാണ്. കാരണം ആ വെയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചും ഡീഹൈഡ്രേഷൻ വരാം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഡോസും അതിൻ്റെ എഫക്റ്റും നമ്മൾ പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. അപ്പം ഇപ്പം പറയുന്നത് വെയിൽ കാണിക്കേണ്ട, എന്തെങ്കിലും പ്രോബ്ലം ഫോട്ടോതെറാപ്പി മഞ്ഞ കൂടുകയാണെങ്കിൽ ഫോട്ടോതെറാപ്പി കാണിച്ച് കുറയ്ക്കുക, അതിലും നിന്നില്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന ചികിത്സാ രീതിയിലേക്ക് പോകുക. ഇതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. സാധാരണയായി നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത് നിയോനറ്റൽ ഫോളോ അപ്പ്. ഓരോ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴുള്ള ഫോളോ അപ്പിന് നമ്മൾ കറക്റ്റായിട്ട് വരണം. കാരണം നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഒരു ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് ചാർട്ടുകളുണ്ട്, WHO അംഗീകരിച്ച ഗ്രോത്ത് ചാർട്ടുകളുണ്ട്. ആ ചാർട്ടുകൾ വെച്ചിട്ട് ആ ഏജിന് കറക്റ്റായിട്ടാണോ വെയിറ്റ് വരുന്നത് എന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യും. ആ പ്ലോട്ട് അനുസരിച്ച് നമുക്ക് കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെയാണ് ഗ്രോത്ത് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വീട്ടിൽ നിന്നും ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാർട്ട് നമുക്കെല്ലാവരും നെറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ ചാർട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഗ്രോത്ത് കറക്റ്റായി പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. ആ ചാർട്ടിൽ ബിലോ ലൈനും ഉണ്ട്, എബോ ലൈനും ഉണ്ട്. ആ ബിലോ ലൈൻ്റെ താഴോട്ട് പോകുന്നത് നല്ലതല്ല. അപ്പോൾ അതാണ് നമ്മൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അമ്മമാരുടെ പോഷകാഹാരം നമ്മുടെ ഗർഭസമയത്ത് തന്നെ അവർക്ക് നല്ല രീതിയിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പോഷകാഹാരം വരുമ്പോൾ മാത്രമേ ജനിച്ച കുഞ്ഞുങ്ങൾക്കുള്ള ഡെഫിഷ്യൻസീസ് എല്ലാം നമ്മൾ കവർ ചെയ്യുള്ളൂ. അപ്പോൾ അവിടുന്നേ നമ്മൾ തുടങ്ങണം പോഷകാഹാരം. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫീഡിങ് ആണ്, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലാണ് കൊടുക്കുക, എല്ലാവർക്കും അറിയാം. കഴിയുന്നതും നമ്മൾ മുലപ്പാൽ തന്നെ കൊടുക്കുന്നു. അപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടാണ് ഇവരെ ഫീഡിങ് നമ്മൾ കൊടുക്കാറ് സാധാരണ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബർപ്പ് ചെയ്തതിന് ശേഷം മാത്രം കിടത്തുക. പിന്നെ കുറച്ചും കൂടി നമ്മൾ വളർന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമ്മളൊരു 3 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ആകുമ്പോൾ ഓൺ ഡിമാൻഡ് ആയിട്ടാണ് പിന്നെ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ കുഞ്ഞിന് ആവശ്യത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം 2 മണിക്കൂർ വെച്ച് പോയതിന് ശേഷം 2 മുതൽ 3 മണിക്കൂർ വരെ ആക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഓൺ ഡിമാൻഡ് ആയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ചില പ്രീടേം കുട്ടികൾക്ക് നമ്മൾ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ മിൽക്ക് ഫോർട്ടിഫയർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യും. നമ്മളെ മിൽക്കിൽ തന്നെ, നമ്മുടെ സ്വന്തം മിൽക്കിൽ തന്നെ മദറിൻ്റെ മിൽക്കിൽ ഈ പൗഡർ ആഡ് ചെയ്തിട്ട് വെയിറ്റ് കൂട്ടിക്കൊണ്ടു. അതാണ് ഈ ചെറിയ പ്രീടേം കുട്ടികളിൽ ഒരു എക്സ്ട്രാ മറ്റേ ടേമിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മാസം തികഞ്ഞ് പ്രസവിച്ച കുട്ടിയെ അപേക്ഷിച്ച് നമ്മൾ ചിലപ്പോൾ ചെയ്യും. അതുപോലെ ഇങ്ങനത്തെ കുട്ടികൾക്ക് കാൽസ്യം, അയേൺ, അതുപോലെ ഫോസ്ഫറസ് എന്നീ ഇതൊക്കെ സപ്ലിമെൻറ്റ്സ് ചിലപ്പം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കുറവുള്ള കുട്ടികൾക്ക് ഇതെല്ലാം നമ്മൾ സപ്ലിമെൻറ്റ് കൊടുക്കും. വൈറ്റമിൻ D3 ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം ഫോളോ അപ്പിന് വരുമ്പോഴും അതെല്ലാം കറക്റ്റ് അളവിലേക്ക് ആക്കുകയും അത് അതുപോലെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ഒരു 6 മാസമൊക്കെ എത്തുമ്പോൾ അവരെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 2 കാര്യങ്ങളാണ്. സാധാരണ നമ്മൾ നിയോനറ്റോളജിസ്റ്റ് ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റിനാറ്റൽ കൗൺസിലിംഗ് മുതലേ സ്റ്റാർട്ട് ചെയ്യും അവരുടെ ഡ്യൂട്ടി. ഇപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി, ഇപ്പോൾ ഷുഗർ കൂടുതലുള്ള അമ്മമാർ, പ്രഷർ ഉള്ള അമ്മമാർ, അതുപോലെ പ്രോബ്ലംസ് ഉള്ള അമ്മമാർക്ക് അധികം കുഞ്ഞുങ്ങൾ പ്രിമച്ചുറായിട്ടും ഭാരം കുറഞ്ഞിട്ടും അതുപോലെ ജനിച്ച ഉടൻ തന്നെ ഷുഗർ കുറയുക, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഇങ്ങനത്തെ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ചും പ്രിമച്ചുർ ബേബീസ്, നേരത്തെ പ്രീടേം ബേബീസാണ് കൂടുതലും പ്രോബ്ലംസ് വരാറുള്ളത്. അപ്പം അങ്ങനെ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുള്ള കുട്ടികളെ അല്ലെങ്കിൽ കഞ്ചനറ്റലായിട്ട് അനോമലീസ് ജനിക്കുമ്പോൾ തന്നെ ഉള്ള പ്രോബ്ലംസൊക്കെ ഉള്ള കുട്ടികളെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് പ്രാപ്തമായിട്ടുള്ള ഒരു NICUവും അതുപോലെ ഒരു നമ്മൾ ജനിച്ച ഉടനെയുള്ള
ചുറ്റുപാടും എൻവയറമെൻ്റ് എല്ലാം സെറ്റാക്കുക. അതാണ് നിയോനറ്റോളജിസ്റ്റിൻ്റെ ഒരു ദൗത്യം. ഇന്ന ബേബി വരുമ്പോൾ അതിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സും അതിനാവശ്യമായ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുക. നേരത്തെ തന്നെ സജ്ജമാകുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ആൻറ്റിനാറ്റൽ ഡോപ്ലർ അതുപോലെ സ്കാനുകളെ ഒക്കെ വരുമ്പോൾ അതിന് ഗൈനക്കോളജിനെ തോളോട് തോട് നിന്ന് കൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുക. ഈ ബേബീനെ നമ്മൾ എപ്പം എടുക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നെല്ലാം ഒരു ജോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും അത് കൂടുതൽ മോശമാവാത്ത ആരോഗ്യ നിലയിലേക്ക് മോശമാവാത്ത നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലാണ് നമ്മൾ നിയോനാറ്റോളജിനെ ഇമ്പോർട്ടൻ്റ്. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ 1 മിനിറ്റിലുള്ള ആ ഒരു അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മളൊരു പരിധി വരെ കുഞ്ഞിൻ്റെ അപകട അവസ്ഥയിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ സൗകര്യങ്ങൾ കുറഞ്ഞ ഹോസ്പിറ്റലുകൾ പ്രത്യേകിച്ചും ഒരു ലെവൽ 1 ICU ഒക്കെ ഉള്ള സ്ഥലത്ത് ഇതേപോലത്തെ പ്രീ ടേം കുട്ടികൾ ജനിക്കുമ്പോൾ മിക്കവാറും അതിനെ സ്വീകരിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാറില്ല. പല സ്ഥലത്തുനിന്നും ആ സമയത്ത് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻ യൂട്രോ ട്രാൻസ്ഫറാണ് ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ചാൽ ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനത്തെ ഹൈ റിസ്ക് പ്രഗ്നൻസികളെ ട്രാൻസ്ഫർ ചെയ്ത് നല്ല ടെർഷറി ലെവൽ NICU സെറ്റപ്പുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം.